അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഗിഫാരി ഗോത്രക്കാരനായ അബൂദർ റളിയല്ലാഹു അൻഹു വിജനമായ മരുഭൂമിയിലൂടെ ദീർഘയാത്ര ചെയ്ത് മക്കയിലെത്തി. കഅബയിലെ വിഗ്രഹങ്ങളെ ആരാധിക്കാനെത്തിയ ഒരു തീർത്ഥാടകനെ പോലെ വേഷപ്രച്ഛന്നനായി ആ വിദേശി പ്രവാചകനെ കുറിച്ച് രഹസ്യമായി ചോദിച്ചറിഞ്ഞു. ആരുമറിയാതെ നബിയുടെ സദസ്സിൽ കയറി ചെന്നു ജാഹിലിയ രൂപത്തിൽ നബിയെ അഭിവാദ്യം ചെയ്തു. സത്യം പുൽകാനുള്ള ഉത്കടമായ അഭിനിവേശം നിമിത്തം ആ ദീർഘയാത്രയുടെ ക്ഷീണവും അവശതയും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. നിങ്ങളുടെ ആ കവിതയൊന്ന് പാടി കേൾപ്പിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് കവിതയല്ല, ഖുർആനാണ്. അബൂദർ, എങ്കിൽ അതൊന്ന് ഓതി കേൾപ്പിച്ചു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും സൂക്തങ്ങൾ ഓതി. അബൂദർ ഉച്ചത്തിൽ സാക്ഷ്യവചനം ഒഴിഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാനിനി എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ നിന്റെ ജനതയിലേക്ക് മടങ്ങിപ്പോകണം. എൻ്റെ കൽപ്പന വരുന്നത് വരെ അവിടെ താമസിക്കണം. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് കഅബയിൽ പോയി ഈ കാര്യമൊന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കണം. അദ്ദേഹം കഅബയിലേക്ക് പോയി സാക്ഷ്യവചനം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അത് കേട്ട ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞു കിരാതമായി ആക്രമിച്ചു. അദ്ദേഹം ബോധം കെട്ടു വീണു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അവിടെ ഓടിയെത്തി അവരെ തടഞ്ഞു. അദ്ദേഹം ഖുറൈശികളോട് പറഞ്ഞു, ദേശാടനം ചെയ്ത് കച്ചവടം നടത്തുന്നവരാണ് നിങ്ങൾ. ഇദ്ദേഹം ഗിഫാർ ഗോത്രക്കാരനാണ്. അവരുടെ നാട്ടിലൂടെയാണ് നിങ്ങളുടെ യാത്ര. അദ്ദേഹത്തെ ഇവിടെ ഇട്ടിട്ട് ആക്രമിച്ചാൽ അവർ നിങ്ങളുടെ യാത്രയും തടയും, കച്ചവടം മുടങ്ങും. നല്ലവണ്ണം ഓർത്തിട്ട് മതി. എന്ന് കേട്ടപ്പോൾ ആ അക്രമികൾ പിരിഞ്ഞുപോയി. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഇരിക്കുകയാണ്. ഒരു വലിയ പുരുഷാരം മദീനയിലേക്ക് ഘോഷയാത്രയായി വരുന്നത് അവർ കണ്ടു. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കാൽനടക്കാരുമായ ആബാല വൃദ്ധ ജനങ്ങൾ തക്ബീർ മുഴക്കിക്കൊണ്ടായിരുന്നു മദീനയെ സമീപിച്ചിരുന്നത്. മക്കയിൽ ഏകനായി വന്ന് ഇസ്ലാം മതം ആശ്ലേഷിച്ച് മടങ്ങിയ അബൂദർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സംഘത്തിൻ്റെ നേതാവ്. മദീനയിലെ മുസ്ലിങ്ങൾ സന്തോഷഭരിതരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ആദരപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഗിഫാരികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അസ്ലം ജനതയ്ക്ക് രക്ഷ നൽകട്ടെ. തബൂക്കിലേക്ക് മുസ്ലിം സൈന്യം പുറപ്പെടുന്ന ഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ടായിരുന്നു സൈന്യം നയിച്ചത്. ക്ലേശം നിറഞ്ഞ യാത്രയാണ്. അബൂദർ മെലിഞ്ഞൊട്ടിയ ഒരു ഒട്ടകപ്പുറത്തായിരുന്നു യാത്ര ചെയ്തത്. ഒട്ടകം മെല്ലെ മെല്ലെ നടന്നു. അത് കൂടെ കൂടെ ക്ഷീണിച്ചു. അദ്ദേഹം വളരെ പിന്നിലായി പോയി. കൂട്ടുകാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ച മട്ടിലായി. അബൂദർ റളിയല്ലാഹു അൻഹു വഴിമധ്യ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി ഭാണ്ഡം ചുമലിലേറ്റി കാൽനടയായി യാത്ര തുടർന്നു. രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും യാത്ര നിർത്തി വിശ്രമിച്ചു.
പുലർച്ചയോടെ വീണ്ടും യാത്ര തുടങ്ങാനുള്ള ഒരുക്കമായി. അങ്ങകലെ ഒരു കറുത്ത ബിന്ദു പോലെ ഒരാൾ രൂപം കാൽനടയായി നടന്നു വരുന്നു. അത് അബൂദർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ ധൈര്യശാലിയായ സാഹസികനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു അബൂദറിന് കരുണ ചെയ്യട്ടെ. ഏകനായി അദ്ദേഹം നടന്നു വരുന്നു. കൂട്ടുകാരില്ലാതെയായിരിക്കും അദ്ദേഹം മരിക്കുക. കൂട്ടുകാരില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂദറേ, എനിക്ക് ശേഷം പൊതുമുതൽ സ്വായത്തമാക്കുന്ന ഭരണാധികാരികൾ വന്നേക്കും. എങ്കിൽ നീ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ എൻ്റെ വാളിനിരയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അരുത് അബൂദറേ, പരലോകത്തിൽ വെച്ച് നാം തമ്മിൽ കാണുന്നത് വരെ നീ ക്ഷമിക്കുക, അതാണ് നിനക്ക് ഉത്തമം. അബൂദറിൻ്റെ ഭാവി ജീവിതത്തെ ആ ഉപദേശം ശരിക്കും സ്വാധീനിച്ചു എന്ന് പിൽക്കാല സംഭവങ്ങൾ തെളിയിക്കുന്നു. ഐഹിക വിരക്തി പൂണ്ട യോഗ്യവര്യനായിരുന്നു അബൂദർ. സമ്പത്തിൻ്റെയും സമ്പന്നൻ്റെയും ശത്രുവായിരുന്നു അദ്ദേഹം. ഭരണാധികാരികളുടെയും കുബേരന്മാരുടെയും വീടാന്തരം അദ്ദേഹം കയറിയിറങ്ങി. ഉയർന്നു നിൽക്കുന്ന മണിമാളികൾക്കും കുന്നുകൂടിയ സ്വത്തിനുമെതിരെ അബൂദർ തൻ്റെ മൂർച്ചയേറിയ നാവുകൊണ്ട് പടപൊരുതി. സ്വർണവും വെള്ളിയും സംഭരിച്ചു വെച്ചവരോട് സന്തോഷവാർത്ത അറിയിക്കണം. അത് തീയിൽ പഴുപ്പിച്ച് അതുകൊണ്ട് അവരുടെ നെറ്റിയും പാർശ്വങ്ങളും ചൂടുവെക്കപ്പെടുന്നതാണ് എന്ന ഖുർആന്റെ സൂക്തമാണ് അദ്ദേഹം എല്ലാവരെയും താക്കീത് ചെയ്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഭരണകാലം കഴിഞ്ഞു. നീതിയും സമ്പത്തും ഒരുപോലെ ഇസ്ലാമിക ലോകത്ത് നിറഞ്ഞൊഴുകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ചില അനർത്ഥങ്ങൾ തലപൊക്കി. അന്ന് അബൂദർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ആഗമനം അറിഞ്ഞ സിറിയക്കാർ വളരെയധികം ആദരവോടെ അദ്ദേഹത്തെ എതിരേറ്റു. പ്രവാചകരുടെ അടുത്ത കൂട്ടാളിയാണല്ലോ. അവിടത്തുകാർക്ക് അത് ഉത്സവ പ്രതീതിയുണ്ടാക്കി. സിറിയയിൽ അന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഗവർണർ. അദ്ദേഹത്തിൻ്റെ ആഡംബരപൂർണമായ ജീവിതത്തെ അബൂദർ ചോദ്യം ചെയ്യുകയാണ്. മക്കയിൽ മുആവിയ താമസിച്ചിരുന്ന വസതിയും ഇന്ന് സിറിയയിലെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരവും താരതമ്യപ്പെടുത്തി വിമർശിച്ചു. മുആവിയയുടെ കൂടെയുണ്ടായിരുന്ന സഹാബിമാരോട് അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ സംഭരിച്ചു വെച്ചവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന ഖുർആൻ താക്കീത് നിങ്ങൾക്കറിയില്ലേ? ഒരു നാൾ നരകത്തീയിൽ അവ ചൂടുപിടിപ്പിക്കപ്പെടും. അവരുടെ മുതുകും പാർശ്വങ്ങളും നെറ്റിയും അതുകൊണ്ട് ചൂടുവെക്കപ്പെടും. ഇതാ നിങ്ങൾക്ക് വേണ്ടി സംഭരിച്ചത്, നിങ്ങൾ രുചിച്ചു കൊള്ളുവിനെന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. ഇത്തരം ആയത്തുകളൊന്നും നിങ്ങൾ ഖുർആനിൽ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്തുകളെല്ലാം ജൂത ക്രിസ്തീയ ജനതയെക്കുറിച്ച് അവതരിച്ചതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഇത് നമുക്കും ബാധകമാണ്. അദ്ദേഹം സദസ്യരെ അഭിസംബോധന ചെയ്തു. അവരെ ഉപദേശിച്ചു, അത്യാവശ്യത്തിലധികം കൈവശം വെച്ച എല്ലാവരും അത് ദൈവമാർഗത്തിൽ കൈവെടിയണം. പൊതുജനങ്ങൾ അബൂദറിൻ്റെ പ്രസംഗത്തിൽ ആവേശഭരിതരാണ്. സിറിയയിൽ നാശം വിതയ്ക്കുമോ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. പക്ഷേ അബൂദറിനെ എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. അബൂദർ റളിയല്ലാഹു അൻഹു സിറിയയിൽ നാശം വിതക്കുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ മദീനയിലേക്ക് തിരികെ വിളിക്കണമെന്നാണ് ആവശ്യം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മദീനയിലേക്ക് വിളിച്ചു. അവിടെ തൻ്റെ കൂടെ സ്വസ്ഥനായി ജീവിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിത സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തു. അബൂദർ പറയുന്നു, എനിക്ക് നിങ്ങളുടെ സുഖസൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. വിജനമായ ഒരു സ്ഥലത്ത് ഏകാന്തനായി എന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. ഖലീഫയുടെ അനുവാദപ്രകാരം അദ്ദേഹം റബദയിൽ പോയി താമസമാക്കി. മദീനയുടെ അടുത്തുള്ള വിജനമായ ഒരു പ്രദേശമായിരുന്നു റബദ. തൻ്റെ ഗുരുവര്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ ക്ഷമിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. സ്വസ്ഥനായി ജീവിച്ചു.
മുസ്ലിം ഭരണകൂടത്തോടും നേതൃത്വത്തോടും വെറുപ്പോ അവഗണനയോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. നല്ല കൂറും ഭക്തിയും പ്രകടിപ്പിച്ചു. ഒരിക്കൽ കൂഫയിൽ നിന്നൊരു നിവേദക സംഘം ത്രിപുരയിൽ വന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചു. ഖലീഫ ഉസ്മാനെതിരെ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഉസ്മാൻ എന്നെ ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി കുരിശ് നാട്ടി അതിന്മേൽ തറച്ചാലും ക്ഷമയും അനുസരണയും കൈകൊള്ളുന്നതാണ് നാളെ ദൈവസന്നിധിയിൽ എനിക്ക് ഉത്തമം. തൻ്റെ ഇഷ്ടക്കാരായ സ്വഹാബിമാര് ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹം പറയുമായിരുന്നു, ഭരണാധികാരത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു അമാനത്താണ്. അതിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവും പാലിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് അന്ത്യനാളിൽ നിന്ദ്യതയും ദുഃഖജനകവുമായിരിക്കും. ഒരു ദിവസം അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടു. സന്തോഷം കൊണ്ട് കൈവീശിക്കൊണ്ട് അദ്ദേഹം അടുത്ത് എന്ന് പറഞ്ഞു, സ്നേഹിതാ സ്വാഗതം. അബൂദറെ സ്വാഗതം. അബൂദർ പറഞ്ഞു, എൻ്റെ സ്നേഹിതനല്ലേ നീ? നീ ഇന്ന് ഭരണാധികാരിയാണ്. ഞാൻ ഭരണാധികാരികളെ വെറുക്കുന്നു. ഒരിക്കൽ പഴകി ജീർണിച്ച നീളംകുപ്പായം അണിഞ്ഞുകൊണ്ട് ഒരു സ്നേഹിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് കൂടാതെ വസ്ത്രമില്ലേ? ഇത് കീറിപ്പറഞ്ഞിരിക്കുകയല്ലേ? അദ്ദേഹം പറഞ്ഞു, ഉണ്ടായിരുന്നു. ഞാനത് മറ്റു ആവശ്യക്കാർക്ക് നൽകി. സ്നേഹിതൻ ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവർക്ക് നൽകിയെന്നോ? അബൂദർ പറഞ്ഞു, എനിക്കോ? നോക്കൂ, ഞാൻ ഇന്നിത്ര സൗഭാഗ്യവാനാണ്. ഇത് കൂടാതെ ജുമുഅക്ക് ധരിക്കാൻ എനിക്ക് മറ്റൊരു വസ്ത്രം കൂടിയുണ്ട്. പാല് കുടിക്കാൻ ഒരു ആടും വാഹനമായി ഒരു കഴുതയും. ഞാൻ ഇന്നിത്ര സമ്പന്നനാണ്, അനുഗ്രഹീതനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് 7 കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. അഗതികളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അന്യരോട് ഒന്നും തന്നെ ആവശ്യപ്പെടാതിരിക്കണം. തന്നിൽ താഴെയുള്ളവരെ നോക്കി ജീവിക്കണം. വലിയവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കണം. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം. തിക്തമായാലും സത്യം പറയണം. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളുടെ ആക്ഷേപം ഭയപ്പെടാതിരിക്കണം. എപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. വിജനമായ റബദയിൽ മരണപാലവേശ്യത്തിൽ കഴിയുകയായിരുന്നു അബൂദർ. കൂട്ടിന് ഒരു കുട്ടി മാത്രയുള്ള അബലയായ ഭാര്യ കണ്ണീർ വാർത്തു. അബൂദർ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? മരണം എല്ലാവർക്കും ഉള്ളതല്ലേ? അവർ പറഞ്ഞു, അങ്ങ് മരിക്കുന്നു, കഫൻ ചെയ്യാൻ മതിയായ ഒരു തുണി പോലും ഇവിടെയില്ല. ഈ മരുഭൂമിയിൽ എനിക്ക് സഹായത്തിന് മറ്റൊരാളുമില്ല. നിസ്സംഗഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയാണ്. നബി തങ്ങളോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ വിജനമായ മരുഭൂമിയിൽ വെച്ചായിരിക്കും മരണപ്പെടുക. ഒരു സംഘം മുസ്ലിങ്ങൾ അവിടെ യാദൃശ്ചികമായി എത്തിപ്പെടും. അവർ മയ്യത്ത് മറവ് ചെയ്യുകയും ചെയ്യും. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലുണ്ടായിരുന്ന എൻ്റെ മറ്റെല്ലാ കൂട്ടുകാരും നേരത്തെ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് മരിക്കും. എന്നെ മറവ് ചെയ്യാൻ ഇവിടെ ആളുകൾ വന്നെത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം സാക്ഷാത്കരിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം യാദൃച്ഛികമായി അവിടെ എത്തി. അവർ മൃതദേഹമെടുത്ത് മറവ് ചെയ്യുകയും ചെയ്തു. അള്ളാഹു മഹാനോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.